ഹലോ, ഞാൻ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ബന്ധങ്ങളെ കുറിച്ചാണ്. ഈ ബന്ധങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ റിലേഷനൊക്കെ നമുക്ക് ഭയങ്കര സ്വാധീനം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളാണ്. നമ്മൾ ചെറുപ്പം തൊട്ടേ കണ്ട് വളരുന്ന കുറേ ഇമോഷണൽ ആയിട്ടുള്ള ബന്ധങ്ങളുണ്ട്. നമുക്ക് അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, മാമൻ, മാമി, പിന്നെ എന്താണ് കുഞ്ഞമ്മ, കൊച്ചിച്ചൻ, അങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ മാതാപിതാക്കൾ, ഫ്രണ്ട്സിൻ്റെ റിലേഷൻ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന എൻ്റെ കൂട്ടുകാരികൾ അവരുടെ അമ്മയുടെ അനിയത്തിയെ വിളിക്കുന്നത് കുഞ്ഞമ്മ എന്നാണ്. എനിക്ക് ആ ഫ്രണ്ട്സിനെ ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഞാനും അവരെ വിളിക്കുന്നത് കുഞ്ഞമ്മ എന്നാണ്. അവരെങ്ങനെയാണോ അവരുടെ ബന്ധങ്ങളെ കാണുന്നത്, അതേ സെയിം രീതിയിൽ ഞാനും അവരുടെ ബന്ധങ്ങൾ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ എൻ്റെ വീണ, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായിരിക്കും. വീണയുടെ അമ്മേനെ ഞാൻ അമ്മ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ വീണ എൻ്റെ അമ്മേനെയും അമ്മ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ട് നമുക്ക് ബന്ധങ്ങൾ, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചില ബന്ധങ്ങളുണ്ട് നമുക്ക് ചുറ്റിനും. ഈ ബന്ധങ്ങൾ നമ്മൾ കാരണം വേദനിക്കേണ്ടി വരുന്ന ചില അവസരങ്ങളുണ്ടാകും. അത് ചിലപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന കാര്യങ്ങളിലായിരിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ യൂട്യൂബിൽ വന്നപ്പോൾ ഒരു വ്യക്തിയാൽ ഞാൻ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ അവരുടെ ചില കളവുകൾ ഞാൻ പറയുന്നതിലൂടെയാണ് അവരാദ്യം എന്നെ ആക്രമിച്ചു നോക്കി, എൻ്റെ കുഞ്ഞിൻ്റെ പിതൃത്വം പറഞ്ഞു നോക്കി, പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഭയങ്കര സ്വഭാവ ദൂഷ്യമുള്ള ഒരു സ്ത്രീയാണ് എന്ന് പറഞ്ഞു നോക്കി. ഇതിലൊന്നും തന്നെ ഞാൻ അനങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ ശരിക്കും അവർ കൈവച്ചത് എൻ്റെ സുഹൃത്തുക്കളിലാണ്. അതായത് എൻ്റെ കൂടെ അന്നുണ്ടായിരുന്ന ഐഷ നേഹ എന്ന് പറയുന്ന 21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി. നമുക്കറിയാം, 21 വയസ്സുള്ള ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ലൈഫിൽ പ്രശ്നങ്ങളെയൊക്കെ ഫേസ് ചെയ്ത് തുടങ്ങുന്നതേ ഉണ്ടാകുള്ളൂ. അതായത് അതുവരെയും അവരുടെ പ്രശ്നങ്ങൾക്കൊക്കെയും അച്ഛനമ്മമാരുടെ ഒരു തണലൊക്കെ ഉണ്ടാകും. ഒരു 20 ഇയേഴ്സൊക്കെ കഴിയുമ്പോൾ തൊട്ട് അവർക്ക് പേഴ്സണലായിട്ടുള്ള ചില വിഷയങ്ങൾ വരും. അപ്പം അത് ഒറ്റയ്ക്ക് അവർ തരണം ചെയ്യേണ്ടുന്ന ഒരവസ്ഥ വരുന്ന ഒരു ഏജാണ് ഒരു 22, 25, 30 ഏജൊക്കെ എന്ന് പറയുന്നത്. അപ്പം ആ കുട്ടി 21 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുട്ടി അവളുടെ അഭിപ്രായം പറഞ്ഞു, അവളുടെ കണ്ടെത്തലുകൾ അവളുടെ ചാനൽ വഴി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിരൂക്ഷമായ ഒരു രീതിയിൽ ആ കുട്ടി ആക്രമിക്കപ്പെട്ടു. ശരിക്കും ആ കുട്ടി ചെയ്ത തെറ്റെന്താണ് എന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ കല്യാണ രമണിയുടെ കല്യാണ ഭ്രാന്തിനെ കുറിച്ച് അവൾ വീഡിയോ ചെയ്തു വിത്ത് എവിഡൻസ്. അവരുടെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് കയറി നോക്കുക. അതിൽ ഒരു കാര്യം പോലും ആ കുട്ടി കളവ് പറഞ്ഞിട്ടില്ല. എല്ലാം വിത്ത് എവിഡൻസ് വെച്ചിട്ടാണ് ആ കുട്ടി സംസാരിച്ചിരിക്കുന്നത്. ആ കുട്ടി ഇപ്പോൾ LLBക്ക് പഠിക്കുന്ന ഒരു മോളാണ്. ആ കുട്ടിയുടെ വാ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഈ കൂട്ടർ എന്ന് തന്നെ പറയാം. അതായത് ഈ കല്യാണ രമണിക്ക് ചുറ്റിനും ഒരുപാട് പേർ ഉണ്ട്. ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സാമ്പത്തികം തന്നെയാണ്. അതായത് സാമ്പത്തിക ചൂഷണം നടത്താൻ ഇവർ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു വേദി മാത്രമാണ് നമ്മുടെ യൂട്യൂബ് മീഡിയ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് തന്നെ പറയും. അപ്പോൾ ഇവരുടെ കളവുകളെ കുറിച്ച് സംസാരിക്കുന്നവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക, അല്ലെങ്കിൽ ആക്രമിച്ച് അവരുടെ വായടയ്ക്കുക എന്നുള്ളത് ഇവരുടെ ഒരു പോളിസിയാണ്, ഈ കൂട്ടരുടെ. അതായത് ഈ പാവപ്പെട്ട ഉമ്മയും അവരെ നിയന്ത്രിക്കുന്ന ചില ആളുകളുമുണ്ട്. അവരുടെ അജണ്ട എന്ന് പറയുന്നത് ഇത്തരത്തിൽ വാടയ്ക്കുക എന്നുള്ളതാണ്. അങ്ങനെ തന്നെ ഇവർ ആദ്യം എൻ്റെ സുഹൃത്തായ ഐഷ നേഹയെ ഇവർ ക്യാച്ച് ചെയ്തു. ഈ ഐഷ നേഹയുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കിട്ടുന്ന രീതിയിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും വളരെ കണ്ണിങ് ആയിട്ട് ഐഷ നേഹയുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഇവർ കളക്ട് ചെയ്തു. ഇതുപോലെ തന്നെ ഒരു വ്യാജമായ കേസ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സുഹൃത്തായ സ്നേഹതീരം എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ്റെ ഡേറ്റാസും ഇവർ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പുള്ളിക്കാരനോടും എന്തോ ഞാൻ പറഞ്ഞതനുസരിക്കാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയാൻ പാടില്ല,
ആ പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്നും പറയപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സാമ്പത്തിക ചൂഷണം അയാൾ നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നീട് ഞാൻ അറിഞ്ഞത്. സത്യത്തിൽ ഇവർ എന്നെ നിശബ്ദയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ എൻ്റെ ഈ ഐഷ നേഹ എന്ന് പറയുന്ന പെൺകുട്ടി ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത ഒരു തെറ്റായ ആ കുട്ടിയുടെ സ്വഭാവത്തെ ഇവർ ആക്കി തീർത്തത് അഫാൻ എന്ന് പറയുന്ന ഒരു കൊടും ക്രിമിനലിന്റെ സ്വഭാവവുമായി ചേർന്നിട്ടാണ്. ഇത് മാത്രമല്ല, ഫക്രുദ്ദീൻ പന്താവൂർ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ അറസ്റ്റ് ചെയ്തതിന്റെ പിന്നിൽ ഞാനും ഐഷ നേഹയുമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ നമ്മുടെ സൂഫി സഫർ അണ്ണൻ ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ആ കുട്ടിയുടെ കോളേജ് ഗ്രൂപ്പിൽ സ്പ്രെഡായിട്ടുണ്ടായിരുന്നു. അതോടുകൂടി ഈ കുട്ടി ഭയങ്കരമായ മാനസിക പ്രയാസത്തിൽ ആവുകയായിരുന്നു. അതിനുശേഷം ആ കുട്ടി അപ്രത്യക്ഷയായി. ഇതുപോലെ തന്നെ എൻ്റെ സുഹൃത്തായിട്ടുള്ള സ്നേഹതീരം എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഇവരെ കുറിച്ച് 2-3 ട്രോൾ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ അദ്ദേഹത്തെ ഇവർ ട്രാപ്പ് ചെയ്തപ്പോൾ തന്നെ ഈ പുള്ളിക്കാരൻ്റെ നമ്പർ ഞാൻ ഒരു ഡ്രാക്കുള എന്ന് പറയുന്ന സ്ത്രീക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഡ്രാക്കുള എന്ന് പറയുന്ന സ്ത്രീക്കെതിരെ ഈ പാവപ്പെട്ട ഉമ്മ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് നമ്പർ, അതായത് ഈ ഡ്രാക്കുള എന്ന് പറയുന്ന സ്ത്രീ ആൺമക്കളില്ലാത്ത ഒരു സ്ത്രീയാണെന്നും അവർക്കാരും തന്നെ സഹായത്തിനില്ല എന്ന് പറഞ്ഞ് കരയുന്നത് കണ്ടപ്പോൾ എൻ്റെ സുഹൃത്തായിട്ടുള്ള സ്നേഹതീരം ഇവരുടെ അയൽവാസി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നമ്പർ കൊടുത്ത് എന്ത് സഹായം വേണമെങ്കിലും ഇദ്ദേഹം ചെയ്തു തരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ നമ്പർ ഇവർക്ക് പാസ് ചെയ്തപ്പോൾ അവർ ചെയ്തത്, ഇങ്ങനൊരു കേസൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ അറിഞ്ഞത് അങ്ങനെ ഒരു കേസ് ഈ പാവപ്പെട്ട ഉമ്മ കൊടുത്തിട്ടുമില്ല, അത്തരത്തിലൊരു കേസ് ഈ ഡ്രാക്കുളയുടെ പേരിൽ വന്നിട്ടും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവർ കൃത്യമായിട്ട് എൻ്റെ ബ്രദറായിട്ടുള്ള ഈ സ്നേഹതീരത്തിൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ്, എന്തിനധികം പറയുന്നു, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വഴിയടക്കം ഇവർ ചോദിച്ചു മനസ്സിലാക്കുകയും പിന്നീട് അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് നല്ലൊരു എമൗണ്ട് ഇവർ തട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്യാങ് തട്ടിയെടുത്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, അതിനുശേഷം ആ ഒരു എമൗണ്ട് തട്ടിയെടുത്തതിനെ കുറിച്ച് ഞാൻ അറിഞ്ഞു കഴിഞ്ഞു എന്ന് മനസ്സിലായപ്പോൾ എന്നെയും അദ്ദേഹത്തിനെയും ചേർത്ത്, അതായത് ഒരു കുടുംബമായിട്ട് ജീവിക്കുന്ന, ഞാനൊരു ഫാമിലി ആയിട്ട് ജീവിക്കുകയാണ്, അദ്ദേഹം ഒരു ഫാമിലി ആയിട്ട് ജീവിക്കുകയാണ്. ഞങ്ങളുടെ 2 പേരുടെയും ഫാമിലിയിൽ ഇഷ്യൂ വരുന്ന തരത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു ഇഷ്യൂ വരുമ്പോൾ ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒന്നാണ്. അത് ഫാമിലിയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാകും. അല്ലെങ്കിൽ ഇപ്പം എന്നെ പോലെ, ഞാൻ എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുന്ന ഒരാൾക്കാണെങ്കിൽ വേഗം അത് മനസ്സിലാകും. അതായത് ഫാമിലി ലൈഫിൽ ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് നമുക്കത് നമ്മളെ മാത്രമല്ല ബാധിക്കുന്നത്, നമ്മളെ ചുറ്റി നിൽക്കുന്ന നമ്മുടെ മക്കള്, നമ്മുടെ മാതാപിതാക്കള്, പിന്നെ അവർ പോകുന്ന സ്ഥലങ്ങൾ, നമ്മുടെ മക്കൾ പോകുന്ന സ്ഥലങ്ങൾ, അവർ അതുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾ ഒക്കെ ഇവിടെയൊക്കെയും ബാധിക്കുന്ന ഒരു തരത്തിലേക്ക് ഇവർ പണത്തിനു വേണ്ടി ബന്ധത്തെ ഇല്ലാതാക്കി, ബന്ധങ്ങളെ തമ്മിലടുപ്പിക്കാൻ ശ്രമിച്ചു. കേവലം പണത്തിനു വേണ്ടി അങ്ങനെ എനിക്ക് പറയാൻ പറ്റൂ. കാരണം പണത്തിന് ഞാൻ നൽകിയിരിക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിനേക്കാൾ എത്രയോ താഴെയാണ്. ജീവിക്കാൻ വേണ്ടി മാത്രമാണ്, നമുക്ക് ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രമാണ് സാമ്പത്തികത്തിൻ്റെ ആവശ്യമുള്ളത്. ആ കേവല പണത്തിന് വേണ്ടിയിട്ട് 8 മക്കളുടെ ജീവിതം ദുസ്സഹമാക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇവരുടെ തട്ടിപ്പുകൾക്ക് തടയിടുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ എൻ്റെ വാ അടയ്ക്കും എന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ടായിരിക്കാം അവരങ്ങനെ ചെയ്തത്. എന്നാൽ ഇവരെയൊക്കെയും സേഫ് ആക്കിക്കൊണ്ട്, അതായത് ഇപ്പൊ ഐഷ നേഹ ആയിക്കോട്ടെ, സ്നേഹതീരമായിക്കോട്ടെ, ഇവരിനെയൊക്കെ കാളും കൂടുതൽ യാതൊരു തെറ്റും ചെയ്യാതെ പീഡിപ്പിക്കപ്പെട്ട കുറച്ചധികം ആൾക്കാരുണ്ട്. എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് വെറും കമന്റ് മാത്രം ഇടുന്ന ചില ഐഡികൾ, അതിൽ ഒരു വിധവയായ സ്ത്രീ കൂടി ഉണ്ട് എന്നുള്ളതാണ്. സുഹാന സുബൈർ എന്ന് പറയുന്ന ഭർത്താവ് മരണപ്പെട്ടു പോയതിന് ശേഷം തൻ്റെ മക്കളെ കഷ്ടപ്പെട്ട് വളർത്താൻ വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ പെടാപ്പാടുപെടുന്ന ആ പാവം പിടിച്ച സ്ത്രീയെ പോലും ഈ സ്ത്രീ വെറുതെ വിട്ടിട്ടില്ല.
എന്തിനധികം എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ഇടുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് റെനീസ് യൂസഫ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ ഫാമിലിയിൽ ബാധിക്കുന്ന തരത്തിൽ അദ്ദേഹം ഒരു സ്ത്രീ ലംബടനാണ് എന്ന് പോലും സോഷ്യൽ മീഡിയ വഴി പബ്ലിക് ചെയ്ത ഒരാളാണ് ഈ പറയുന്ന നെജില എന്ന് പറയുന്ന സ്ത്രീ. ഇന്ന് അവരുടെ ബന്ധങ്ങളെ ചൊല്ലി കരയുന്നത് കാണുമ്പോൾ, കരഞ്ഞ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്കിത് പറയാതെ പോകാനായിട്ട് സാധിക്കുന്നില്ല. ഇവരുടെ ഫാമിലിയെ കാണുന്നതിനേക്കാൾ എത്രയോ മുകളിലാണ് ഞങ്ങളുടെ ഫാമിലിയെ കാണുന്നത്. അതുകൊണ്ടാണല്ലോ ഒരു ഫാമിലിയിൽ തന്നെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും ഞങ്ങളുടെ ഫാമിലിയെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടുന്ന സംരക്ഷണം നൽകിക്കൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിനൊന്നും തന്നെ യാതൊരു വിലയും കൽപ്പിക്കാത്ത, ഞങ്ങളുടെ കുടുംബ ജീവിതങ്ങൾ പോലും തകർത്ത് കളയുന്ന തരത്തിൽ ഇവരുടെ തട്ടിപ്പിനെതിരെ സംസാരിച്ചു എന്നതിൻ്റെ പേരിൽ ഞങ്ങളുടെ ഫാമിലികളെ പോലും തമ്മിൽ തല്ലിക്കുന്ന തരത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്തപ്പോൾ സ്ത്രീയെ നീ അറിഞ്ഞില്ല, കർമ്മ എന്നൊരു സംഭവമുണ്ട് എന്നുള്ളത്. ഇന്ന് അച്ഛനമ്മമാരെ കുറിച്ച് പറഞ്ഞ് കരയുന്നത് കണ്ടപ്പോൾ എനിക്ക് പുച്ഛമാണ് തോന്നുന്നത്. ശരിക്കും എനിക്ക് ഈ സ്ത്രീയോട് വെറും പുച്ഛമാണ് തോന്നുന്നത്. ഇവരുടെ വയറ്റിൽ ജനിച്ച ഇവരുടെ മക്കളോട് പോലും ഇവർക്ക് യാതൊരു തരത്തിലുള്ള കമ്മിറ്റ്മെന്റും ഇല്ല എന്ന് തെളിയിക്കുന്നതാണ് ഇവരുടെ മകൾക്ക് 2 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ഇവർ തന്നെ ആവശ്യപ്പെട്ട് ഇവരുടെ 2ാമത്തെ കല്യാണം നടക്കുന്നത്. ഇവരുടെ 2ാമത്തെ കല്യാണം നടന്ന് വെറും 27 ദിവസം കൊണ്ട് ആ പുള്ളിക്കാരനുമായി ഇവർ പിരിഞ്ഞ് അടുത്ത 3ാമത്തെ കല്യാണത്തിനും ഇവർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഇവർ 3ാമത്തെ കല്യാണം നടത്തുന്നത്. ഈ സമയങ്ങളിൽ ഇവർക്കുണ്ടായ കുഞ്ഞുങ്ങളെ പിന്നീട് കാണിച്ചുകൊണ്ട് ഒരു മരണപ്പെട്ടു പോയവന്റെ കുഞ്ഞുങ്ങളാണ് ഇവർ എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു പൊതുസമൂഹത്തിൽ നിന്നും ഒരു മതസമൂഹത്തിൽ നിന്നും എത്രത്തോളം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവർ സാമ്പത്തിക ചൂഷണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ശരിക്കും ഇവർക്കൊരു കുടുംബത്തിനെ കുറിച്ച് പറയാനോ ഒരു കുടുംബ ജീവിതത്തിനെ അല്ലെങ്കിൽ റിലേഷനെ കുറിച്ച് പറയാൻ ഇവർക്ക് എന്ത് യോഗ്യതയുണ്ടെന്ന് പോലും എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. സ്വന്തം പിതാവിനെ കുറിച്ച് ഓർത്ത് കണ്ണീരണിയുന്ന ഇവർ, ആ ഉപ്പയും ഉമ്മയും ഇവർക്കൊരു നല്ല ജീവിതം ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇവരെ സംരക്ഷിച്ചു പോരുമ്പോൾ ഇവർ എടുത്ത് ചാട്ടം കാണിച്ച് ഫേസ്ബുക്കിലൂടെ യൂട്യൂബിലൂടെ കണ്ടുമുട്ടിയ മറ്റൊരു കുടിയനുമായി റിലേഷൻ വെക്കുമ്പോൾ ഇവരെന്തുകൊണ്ട് ഇവരുടെ ഉപ്പയെയും ഉമ്മയെയും കുറിച്ച് ചിന്തിച്ചില്ല? ഈ ഇപ്പോൾ വന്നിരുന്ന് കരയുന്നത് പോലെ എന്തുകൊണ്ട് അവർ അന്ന് എൻ്റെ ഉപ്പയും ഉമ്മയും എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് എന്നല്ല ആ സ്ത്രീ ഇതുവരെയും പുറത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവരുടെ ഉമ്മയെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് വിളിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പൊതുസമൂഹത്തിൽ ഇവരുടെ ഒരു അവിഹിത കഥ എനിക്ക് പുറത്ത് പറയേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതായത് എൻ്റെ സ്വന്തം സഹോദരനെ ചേർത്ത് എനിക്ക് അവിഹിതമുണ്ടാക്കി ഇവർ രസിച്ചപ്പോൾ ഇവരുടെ സ്വന്തം വീട്ടിനുള്ളിൽ നിന്ന്, അതായത് ഈ വീട് പോലും ജനങ്ങളെ കബളിപ്പിച്ച് ഇവർ നേടിയെടുത്തതാണ്. ആ വീട് സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് നേടിയെടുത്ത് ഇവർ ആ വീട്ടിനുള്ളിൽ ഒരു അവിഹിതം നടത്തിയത് നാട്ടുകാർ എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ സ്വന്തം സഹോദരനെ ചേർത്ത് എനിക്ക് അവിഹിതം ഉണ്ടാക്കിയ ഇവർ ആ വീട്ടിൽ അവിഹിതം നടത്തിയ സ്ത്രീയാണ് എന്ന് എനിക്ക് പബ്ലിക്കിൽ തെളിയിക്കേണ്ടതായിരുന്നു. എൻ്റെ ആവശ്യമായിരുന്നു അത്. അതായത് എൻ്റെ മക്കളോട് പോലും എനിക്ക് നാളെ പറയണം, എൻ്റെ നേരെ എൻ്റെ സഹോദരനെ ചേർത്ത് പറഞ്ഞ സ്ത്രീ യാതൊരു ക്വാളിറ്റിയും ഇല്ലാത്ത ഒരു സ്ത്രീയാണ് എന്ന് എനിക്ക് പബ്ലിക്കിൽ തെളിയിക്കണമായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ പബ്ലിക്കിൽ പറഞ്ഞപ്പോൾ പബ്ലിക്കിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ എൻ്റെ പ്രസ്താവനയെ ഇവർ മാറ്റാൻ ശ്രമിച്ചപ്പോൾ എനിക്കിവരുടെ ഉമ്മയെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കേണ്ടുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവരെ വിളിച്ച് സംസാരിച്ച അപ്പോൾ തന്നെ ഞാൻ പൊതുജനങ്ങളോട് പറഞ്ഞതാണ്, ഞാൻ ലൈവിൽ പറഞ്ഞതാണ്, അവർക്കറിയില്ല ഞാൻ ലൈവിലാണ് സംസാരിക്കുന്നത് എന്നുള്ളത്. അതായത് ഒരു സമൂഹം സാക്ഷിയാണ് ആ അമ്മ, അതിൽ നിരപരാധിയാണ്. ഈ സ്ത്രീയെക്കുറിച്ച് എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെയും തന്നെ ഞാൻ ഇവരുടെ സുഹൃത്താണ് എന്ന് വിചാരിച്ച് ആ ഉമ്മ പറഞ്ഞ കാര്യങ്ങളാണ് എന്ന് ഇവരറിഞ്ഞിട്ട് പോലും ആ ഉമ്മയെ സ്വഭാവ ദൂഷ്യമുള്ള ഒരു ഉമ്മയായി സമൂഹത്തിന്റെ മുന്നിൽ പല തവണ പ്രസ്താവിച്ച ഒരു സ്ത്രീയാണിവർ. അതായത് ഇവരുടെ സ്വന്തം പെറ്റുമ്മയെ ഒരു സ്വഭാവ ദൂഷ്യമുള്ള ഒരു സ്ത്രീയായി ഇവർ പ്രഖ്യാപിച്ച ഒരു സ്ത്രീയാണ്. അതായത് ഇവരെ കുറിച്ച് ആര് എന്ത് കാര്യം പറഞ്ഞാലും അവർക്ക് അവിഹിതമുണ്ടാക്കുക എന്നുള്ളത് ഈ സ്ത്രീയുടെ ഒരു അജണ്ടയാണ്. അപ്പൊ സ്വന്തം പെറ്റുമ്മയ്ക്ക് പോലും വാല്യൂ നൽകാത്ത നീ ഇപ്പോ പൊതുസമൂഹത്തിൽ വന്നിരുന്ന് കരയുന്നത് പോലും
നിനക്ക് സാമ്പത്തിക ചൂഷണം നടത്താൻ വേണ്ടി തന്നെയാണ്. പ്രസവിച്ച് പോറ്റി വളർത്തിയ ഉമ്മയ്ക്ക് പോലും അവിഹിതം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് പൊതുസമൂഹത്തിൽ വന്നിരുന്ന് കരയുന്ന നിനക്ക് ബന്ധങ്ങളുടെ വില അറിയാമോ സ്ത്രീയെ? ബന്ധങ്ങൾ എന്താണ് എന്നറിയാമോ സ്ത്രീയെ? ഇതേ നീ തന്നെ നിന്റെ സഹോദരനെ കുറിച്ച് എന്തെല്ലാമാണ് പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ നാട്ടിൽ ഈ 2 ആൺകുട്ടികളെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് ഉള്ളത്. അതുപോലെ ആ ആദ്യത്തെ ഇവളുടെ സ്വന്തം സഹോദരൻ, മൂത്ത സഹോദരൻ കല്യാണം കഴിച്ച സ്ത്രീയുടെ കുടുംബവും വളരെ നല്ല ഒരു ഫാമിലിയാണ്. എന്നിട്ട് ആ ഒന്നിനും പെടാത്ത ആ സ്ത്രീയെ പോലും, അതായത് ഇവരുടെ സഹോദരന്റെ ഭാര്യയെ പോലും ഈ സ്ത്രീ എത്രത്തോളം മോശമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇവർക്ക് എന്ത് ബന്ധം? ഇവർക്ക് ബന്ധങ്ങളുടെ വില അറിയാമോ? എന്നിട്ടും പൊതുസമൂഹത്തിനെ ഇത്രയേറെ കബളിപ്പിക്കാൻ നാണമില്ലേ സ്ത്രീയെ?